ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു മിന്നായം പോലെ പോയൊരു ന്യൂസാണ്. സോ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നോർവോസ എന്ന രോഗത്തെ തുടർന്ന് ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന മാനസിക രോഗമായ അനോറക്സിയ നോർവോസ എന്ന രോഗത്തെ തുടർന്ന് കണ്ണൂരിൽ പെൺകുട്ടി ശരീരം ശോഷിച്ച് മരിച്ചു. കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശിയായ 18-കാരി ശ്രീനന്ദയാണ് മരിച്ചത്. വണ്ണം കൂടാതിരിക്കാനായി യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് എടുത്തിരുന്നത്. +2-വിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയായിരുന്നു. പക്ഷേ വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചു. പ്രാതൽ പൂർണ്ണമായും ഒഴിവാക്കി. ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ച് ബാക്കി കളയും. മാസങ്ങളായി ഇതായിരുന്നു ശീലം. യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഈ പതിവ് തുടങ്ങിയതെന്ന് ബന്ധുക്കൾ. ശരീരം തടിച്ചുകൂടുവോ, അല്ലെങ്കിൽ ഞാൻ തടിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ആകുലത പ്രകടിപ്പിക്കുകയും, അതുപോലെ തന്നെ ഈ മെലിഞ്ഞു പോയി കഴിഞ്ഞാല് ശരീര സൗന്ദര്യം കൂടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ എല്ലാം ഭാഗമായിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ നമ്മുടെയൊക്കെ പോലെ ആവശ്യത്തിന് സൗന്ദര്യവും ശരീരത്തിന് തടിയും എല്ലാം മാത്രം ഉണ്ടായിരുന്ന നോർമലായ ഒരു കുട്ടിയായിരുന്നു. ശ്രീനന്ദയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തിരുന്നു. നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് മരണം. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ശ്രീനന്ദ അവഗണിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. ആദ്യം കുറച്ച് ഒഴിവാക്കുകയാണെങ്കിൽ ഈ ന്യൂസിൽ നിന്ന് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഈ ഡിസോർഡർ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. സോ ബട്ട് നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. എവിടെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി കംപ്ലീറ്റ് ഫുഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഫുഡ് കഴിക്കുകയാണെങ്കിലും അത് അവർക്ക് കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്നുള്ള ഒരു തോന്നലുകൊണ്ട് അവർ കംപ്ലീറ്റ്ലി ആ ഫുഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർ സ്ലിം ആണെങ്കിലും ശരി, അവർക്കൊരു മൈൻഡിൽ തോന്നും അവർ ഫാറ്റാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവുക. സോ അവരെന്താക്കും, അവർ ഫുഡിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യും. അവർ അവോയ്ഡ് ചെയ്യും. അവർ പെട്ടെന്ന് തടിക്കുക എന്നുള്ളൊരു വിചാരം കൊണ്ട് അവരെന്താക്കും, കംപ്ലീറ്റ്ലി ഫുഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇതൊരു മെൻ്റലി, ബോഡിയിൽ മാത്രമല്ല, ഇത് മെൻ്റലി അവരെ ഡിസ്റ്റർബിങ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ കോസസ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സോഷ്യൽ പ്രഷർ കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അവർ പെർഫെക്റ്റ് ലുക്കിൽ ഉണ്ടാവണം എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ബോഡിയിൽ കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പല ട്രോമ അവർ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയാസ് തന്നെ കുറേ അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സൊക്കെ കണ്ടുവരുന്നു. സോ ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു കൂടുതലും യങ് ജനറേഷൻ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രഷറൈസ്ഡ് ആയിട്ട് അവർ ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്നതാണ് സംഭവം. കൂടുതലും അവർക്ക് തന്നിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തോന്നുക. പണ്ട് കാലത്ത് നമ്മൾ പാരൻസ് മാർക്സിന് വേണ്ടിയിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന പോലെ ഇത് നമ്മൾ സ്വന്തം നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യുകയാണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. വേറൊരാളെ ബ്യൂട്ടീനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവരെ പോലെ സ്ലിം ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മളെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി അവരെ തന്നെ ഇല്ലാണ്ടാക്കുന്നൊരു രീതിയാണിത്, വിച്ച് ഈസ് വെരി ഡേഞ്ചറസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ശരി, അവർ തെറാപ്പിസ്റ്റിനെ കാണണം. ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആയിട്ട് കാണാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ കേസസ് പുറമേ കൺട്രീസിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ദെർ ആർ പീപ്പിൾ ഹു ഹാവ് സർവൈവ് ദിസ് കേസസ്. ഇപ്പം നമ്മളെ യങ് ജനറേഷൻസിൽ എന്തായാലും നമ്മൾ കണ്ടുവരും. അവർ മറ്റൊരു വ്യക്തിനോ, അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ട് അവരെ തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യും. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഓരോ പൊട്ടത്തരം നമ്മൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ തന്നെ നമ്മളെ സോഷ്യൽ മീഡിയാസിൽ തന്നെ നമ്മൾ കാണാറുണ്ട്, ഫിറ്റ്നസ്സിൻ്റെയും അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻസൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി
ഇങ്ങനെ ചെയ്താൽ നമ്മൾ വിൽക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. സോ വിച്ച് ഈസ് റോങ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയറ്റ്, ഇപ്പോൾ എൻ്റെ രീതിയിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഡയറ്റ് ഞാൻ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു ഡയറ്റ് ഞാൻ ഇടുകയാണെങ്കിൽ അത് വേറൊരാൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഡയറ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ ബോഡി എത്ര ബേൺ ചെയ്യുന്നുണ്ടോ അത്രയും കാലറി ഇൻടേക്ക് ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ ബോഡിക്കുള്ളത് മാത്രം. അത് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളെ ഡയറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ നമ്മൾ ഇത് കഴിച്ചാൽ നിങ്ങൾ സ്ലിം ആവും എന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇതുവരെയായിട്ടും പറയാത്തത്. കാരണം ഒരു വ്യക്തിൻ്റെ അവരെത്ര വർക്കൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെത്ര എനർജി അവർ ഒരു ഡെയിലി യൂസിന് ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് പ്ലാൻസ് എല്ലാം കൊടുക്കുന്നത്. സോ ഇതിൽ നമ്മൾ റാൻഡമായിട്ട് കാണുന്നതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ട് അത് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങൾ ഡയറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ വിത്ത് ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് വീഡിയോസ്, വർക്കൗട്ട് റിലേറ്റഡ് വീഡിയോസൊക്കെ നോക്കി ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഡയറ്റ് പ്ലാൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും മോശമാണ്. കാരണം ദാറ്റ്സ് നോട്ട് ഗുഡ്. സജസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇത്രയും ഫുഡ് തന്നെ കഴിക്കണം അല്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ചാൽ നിങ്ങൾ മെലിയും എന്ന് പറയുന്നത് തെറ്റാണ്. സെയിം വിത്ത് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഓൾസോ. തെറ്റായ രീതിയിൽ നമ്മൾ വെളുക്കും എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. അതിലൊന്നും നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ശരി എല്ലാവരും ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ബട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടെ ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക, ഈ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടും ഈ കുട്ടി ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ ബട്ട് ദെർ വുഡ് ബി സം വേ അല്ലേ കുട്ടീനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനൊക്കെ പാരൻസിന്. മേ ബി അവർക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. വി ഡോണ്ട് നോ, അവർ കൊണ്ടുപോയിട്ടുണ്ടാവും, ഡോണ്ട് നോ. ബട്ട് എന്തെങ്കിലും ഒരു വേ ഉണ്ടാവുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം ഇങ്ങനത്തെ കുറേ കേസസ് ഔട്ട്സൈഡ് കൺട്രീസിൽ നടന്നിട്ട് ദെർ ആർ പീപ്പിൾ ഹു ഹാവ് റിക്കവേർഡ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ കുട്ടീനെയും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവുമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. ബട്ട് എനിവേസ് നമുക്ക് എന്ത് പറയാനാ, വി ലോസ്റ്റ് വൺ ലൈഫ്. ബട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു പാരൻസ് അവരെ കുട്ടി ഇങ്ങനെ കഴിക്കാണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടേക്ക് ദം ടു എ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ന്യൂട്രീഷനിസ്റ്റ് ആരുടെ അടുത്തെങ്കിലും കൊണ്ടുപോയിട്ട് മനസ്സിലാക്കുക. കുട്ടീനെ കുറച്ച് എന്താ പറയുക, ഒരു ടോക്കൊക്കെ ഉണ്ടാക്കുക. കാരണം ദേ ഷുഡ് ബിലീവ് ദംസെൽഫ്. അവർ കമ്പയർ ചെയ്യാണ്ട് ദേ ഷുഡ് ഹാവ് ദാറ്റ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ദംസെൽഫ്. ദേ ഷുഡ് നോട്ട് കമ്പയർ ദെയർ ബോഡീസ് ടു എനി അതർ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഓർ എനിത്തിങ്. സോ ഇങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് നിൽക്കട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറേ ന്യൂസസ് കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി വേഴ്സ്. ഭയങ്കര നമുക്ക് തന്നെ എപ്പോഴും ന്യൂസ് കേട്ടിട്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് റിയലി ഹൊറിബിൾ. സോ ഐ തിങ്ക് ഫാമിലി കുറച്ചും കൂടെ കുട്ടികളെ മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തിട്ട് കൊണ്ടുപോവുക. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര എന്താ പറയുക, എന്താ പറയേണ്ടതെന്നും കൂടെ എനിക്കറിയുന്നില്ല. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ലിറ്റിൽ കൺട്രോൾ അല്ലെങ്കിൽ ലിറ്റിൽ ഒബ്സർവേഷൻ ഓൺ ദം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. സോ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ.